അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വീഡിയോയിൽ നോക്കുന്നത് നാളെ നടക്കാനുള്ള പൊതുപരീക്ഷ 2024-25 വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പരീക്ഷയാണ് നാളെ. അപ്പോൾ ഖുർആനും ഹിഫ്ളും ഇതെങ്ങനെയാണ് ഓതിക്കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഓതിക്കൊടുക്കുമ്പോൾ നിയമങ്ങൾ എന്തൊക്കെ നോക്കണം, അതിൻ്റെ മാർക്ക് എങ്ങനെയാണ്, ദിക്റുകൾ വല്ലതും ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ടോ, ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോ പറയും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിലവിൽ എഴുത്തു പരീക്ഷകളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഖുർആനും ഹിഫ്ളുമാണ് പരീക്ഷയുള്ളത്. 5ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പാരായണം ആദ്യത്തെ 10 ജുസുയിൽ നിന്നാണ് ഉണ്ടാവുക. ആദ്യത്തെ 10 ജുസ് അതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് എന്തുണ്ടാവുക, ഓതിക്കൊള്ളൂ, വേറെ എവിടുന്ന് ഓതിക്കൂല. പിന്നെ ഹിഫ്ള് നമുക്കറിയാം, സൂറത്ത് യാസീന് സൂറത്ത് യാസീനിൽ നിന്ന് ഒരു 4 ആയത്ത് ഓതിക്കും, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ 2 ഖുർആനാണെങ്കിലും ഹിഫ്ളാണെങ്കിലും 4 ആയത്ത് മാത്രമേ ഓതിക്കുള്ളൂ. അതല്ലെങ്കിൽ 4ൽ കൂടുതൽ ഒരു 5 ഒക്കെ ഓതിക്കുള്ളൂ. എന്തായാലും ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ആദ്യം ഇവിടെ കാണുന്ന കുട്ടികളെ ഒന്നിച്ചിരുത്തിയിട്ടായിരിക്കും ഖുർആൻ ഓത്തുണ്ടാകുക. അതുപോലെ തന്നെ ഹിഫ്ളും അതുപോലെ തന്നെ ആയിരിക്കാം. മുകളിൽ കൊടുത്തതുപോലെ ഏതെങ്കിലും ഒരു സൂറത്ത് എടുത്തിട്ട് അതിലെ ഇത്രാമത്തെ ആയത്ത് എന്ന് ഉസ്താദ് പറയും, അല്ലെങ്കിൽ ഈ സൂറത്ത് എടുക്കുക എന്ന് പറയും. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് എന്ത് ചെയ്യുക, ഏത് സൂറത്താണ് പറയുന്നത് അല്ലെങ്കിൽ ഏത് ആയത്താണ് പറയുന്നത് ആ ഭാഗത്ത് എല്ലാവരും എന്ത് ചെയ്യുക, ആവർത്തിച്ച് നോക്കുക. നമ്മൾ ഖുർആനിൽ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തെത്തുമ്പോൾ ആ ചിഹ്നം അവിടെ വഖഫുൽ ഔലയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവിടെ നിർത്തുക. വസ്ലുൽ ഔലയാണെങ്കിൽ ചേർത്തി ഓതലാണ് നല്ലത്. ഇതാണ് ഖുർആനിൽ കൂടുതലായിട്ടും വരുന്നത്. പിന്നെ ജീമ് കാണും, അവിടെ നിർത്തിയിട്ട് ഓതാ, നിർത്താതെ ഓതാ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് ഓതണം. ശബ്ദങ്ങളൊന്നും വിട്ടുപോകാത്ത രീതിയിൽ ഓതാ. ഇതിൽ മാർക്ക് പരിഗണിക്കുന്നത് ഒന്ന് മഖാരിജാണ്, മഖറജുകൾ. ഓരോ അക്ഷരത്തിനും അക്ഷരം പുറപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. ആ ഭാഗത്ത് തന്നെ അക്ഷരങ്ങൾ പുറപ്പെടുക എന്നത് 25 മാർക്ക് ലഭിക്കും മഖറജ് നോക്കിയിട്ട്. സായിന് പകരം സ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ സായിന് പകരം സ എന്ന് പറഞ്ഞാൽ മതിയാവില്ല. അങ്ങനെ ഓരോ അക്ഷരത്തിനും പ്രത്യേകം മഖറജുകൾ ഉള്ളതാണ്. അപ്പം മഖറജ് അനുസരിച്ച് ഓതിക്കൊടുക്കുക. രണ്ടാമത്തത് അഹ്കാമാണ്, വിധികൾ. സാക്കിനായ തൻവീനിൻ്റെയും നൂനിൻ്റെയും വിധികൾ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെ വിധികൾ. അങ്ങനെയാണ് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ. അത് നിങ്ങൾക്കറിയാം, 5 എണ്ണാണ്. ഇദ്ഹാർ, ഇദ്ഗാം ബി ഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, അതുപോലെ ഇഖ്ഫാ, അവസാനത്തത് ഇഖ്ലാബ്, ഇഖ്ഫാ. ഈ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണ് ഓതേണ്ടതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. 3ാം ക്ലാസ്സിലാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്. അവിടെ ഇപ്പോഴും ഓതാൻ അറിയാത്തവരുണ്ടെങ്കിൽ സുക്കൂനുള്ള നൂനിൻ്റെയും അതുപോലെ തൻവീനിൻ്റെയും ശേഷമുള്ള വിധികൾ അറിയാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനൊരു വീഡിയോ ആണ് എന്ത് ചെയ്യുക, താഴെ പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള 3 വിധികൾ, ഇദ്ഹാർ, അതുപോലെ തന്നെ ഇദ്ഗാം, ഇഖ്ഫാ, ഈ 3 വിധികൾ അതും എന്ത് ചെയ്യണം, കാണാതെ മനസ്സിലാക്കി വെക്കണം. നമുക്ക് കുറച്ച് അഹ്കാമുകൾ, വിധികൾ നോക്കി വെക്കാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ വീഡിയോ നല്ല ലോങ് ആവും. ഇവിടെ നമുക്ക് സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷമുള്ള വിധികളാണ് നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷമുള്ള വിധികളിൽ ഒന്നാമത്തേത് ഇൽഹാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഇൽഹാറിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട
6 അക്ഷരങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരക്ഷരമാണ് ഐന് എന്ന് പറയുന്നത്. ഐന്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ തൻവീൻ നോക്കി, ഇതാ കണ്ടോ, ഇതാണ് തൻവീന്. ഈ തൻവീൻ്റെ ശേഷം അതല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന് ശേഷം, സുക്കൂനുള്ള നൂന് കണ്ടില്ല നിങ്ങൾ, ഇതാ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഈ തൻവീനിനോ സുക്കൂനുള്ള നൂനിനോ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ വെളിവാക്കി ഉച്ചരിക്കുക. ഇപ്പം ഈ സ്ഥലത്ത് നമ്മളെങ്ങനെ ഓതുക? വലഹും അദാബുൻ അളീം. അവിടെ അദാബുൻ എന്ന് തന്നെ പറയണം. അദാബുൻ അളീം. ഒരിക്കലും അദാബുൻ അളീം അവിടെ മണിച്ചോതരുത്. ഇത് നമ്മൾ തൻവീന് ശേഷം വന്ന ഉദാഹരണമാണ്. ഇതുപോലെ സുക്കൂള നൂനിന് ശേഷമുള്ള ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണത്തിൽപ്പെട്ട, അതായത് സുക്കൂള നൂനിന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം വന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. എവിടെ ഉണ്ടോ? ഇവിടെ ഓതുമ്പോൾ അൻഹാറു അവിടെ മണിക്കരുത്. അൻഹാറു എന്ന് മണിക്കരുത്. അൻഹാറു ഇവിടെ വെളിവായിച്ചിരിക്കുക. അതുപോലെ രണ്ടാമത്തെ വിധിയാണ് ഇദ്ഗാമുൻ ബി ഗുന്ന. ഇദ്ഗാമുൻ ബി ഗുന്നക്ക് 4 അക്ഷരങ്ങളാണുള്ളത്. അതും ഈ സുക്കൂള്ള നൂനിനും തൻവീനും ശേഷമാണ്. ഉദാഹരണത്തിന് ഇവിടെ കാണാം, ഈ തൻവീനിന് ശേഷം, ഇവിടെ തൻവീൻ കണ്ടില്ല നിങ്ങൾ, അതിന് ശേഷം വാവ് വന്നിട്ടുണ്ട്. വാവ് ഏതിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്? ഇദ്ഗാമുൻ ബി ഗുന്നൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. നൗമി, വിനയം. ഈ വിനയം എന്നുള്ള ഈ അക്ഷരങ്ങൾ, വാവ്, നൂന്, യാ, മീം, വിനയം. ഈ 4 അക്ഷരങ്ങളാണ് ഇദ്ഗാമുൻ ബി ഗുന്നൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ഈ തൻവീന് ശേഷമോ അതല്ലെങ്കിൽ സുക്കൂള്ള നൂനിന് ശേഷമോ ഇതുപോലെ ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉച്ചരിക്കുമ്പോൾ കസീറൻ വയഹ്ദി, കസീറൻ വയഹ്ദി, കസീറൻ വയഹ്ദി അങ്ങനെ ഓതണം. ഇദ്ഗാമുൻ ബി ഗുന്ന ഇവിടെ മണിക്കലോടുകൂടെ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കസീറൻ വയഹ്ദി. അതുപോലെ തന്നെ സുക്കൂള്ള നൂനിന് ശേഷം വന്നതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ സുക്കൂള്ള നൂന് കാണാം, അതിന് ശേഷം വന്നത് എന്താണ്? അതെ, ഇദ്ഗാമുൻ ബി ഗുന്നൻ്റെ അക്ഷരമാണ് നൂന്. അപ്പം ഇവിടെ ഓതുമ്പോൾ അന്നഫ്സിൻ, അന്നഫ്സിൻ അങ്ങനെ ഓതുക. ഒരിക്കലും അൻ നഫ്സിൻ എന്ന് ഓതരുത്. ഇൽഹാറാക്കിയിട്ട് ഓതാൻ പാടില്ല. അന്നഫ്സിൻ. പിന്നെ മൂന്നാമത്തെ വിധിയാണ് ഇദ്ഗാമുൻ ബിലാ ഗുന്ന. മണിക്കൽ കൂടാതെ ഇദ്ഗാം ചെയ്യാം, മണിക്കൽ കൂടാതെ ലയിപ്പിക്കുക. അതിന് 2 അക്ഷരങ്ങൾ മാത്രമാണുള്ളത്, ലാമും റാവും. അപ്പോൾ സുക്കൂള നൂനിന് ശേഷവും തൻവീന് ശേഷവും ഈ പറയപ്പെട്ട റാഓ അതല്ലെങ്കിൽ ലാമോ വന്നാൽ അവിടെ എന്ത് ചെയ്യണം? മണിക്കൽ കൂടാതെ ലയിപ്പിക്കുക. ഇവിടെ കാണാം സുക്കൂള നൂന് കണ്ടോ നിങ്ങൾ, അതിന് ശേഷം അക്ഷരം ഏതാ നിൽക്കുന്നത്? റാ. ലാമോ റാഓ വന്നാൽ അവിടെ എന്ത് ചെയ്യണം? ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കൽ കൂടാതെ ഇദ്ഗാം ചെയ്യുക. അപ്പോൾ ഓതുമ്പോൾ മിർ റബ്ബിക്കും, ഒരിക്കലും മിർ റബ്ബിക്കും അവിടെ മണിക്കരുതേ, മണിക്കാതെയാണ് അവിടെ ലയിപ്പിക്കേണ്ടത്. മിർ റബ്ബിക്കും, മിർ റബ്ബിക്കും. റാഇൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, അത് ഉച്ചരിക്കണം. മിർ റബ്ബിക്കും. വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. തൻവീനിന് ശേഷം ലാമ് വന്നതിൻ്റെ, ഇവിടെ ദാ തൻവീനുണ്ട്, ഇവിടെയോ ലാമുദ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും മണിക്കാതെ ലയിപ്പിക്കണം. വമൗഇളതൻ ലിൽ മുത്തഖീൻ, വമൗഇളതൻ ലിൽ, മൗഇളതൻ ലിൽ അങ്ങനെ തന്നെ ഓതണം. അവിടെ വമൗഇളതൻ ലിൽ മുത്തഖീൻ മണിച്ചോതരുത്, അത് തെറ്റാണ്. വമൗഇളതൻ ലിൽ മുത്തഖീൻ. ഇനി 4ാമത്തെ വിധിയാണ് ഇഖ്ലാബ്. അവിടെ എന്താ ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ അവിടെ മീമാക്കി മറിക്കലാണ്. ഇവിടെ നോക്കാം, ഇവിടെ കണ്ടോ മിൻ എന്ന് കാണാം. മിംബഅദി, മിംബഅദി സുക്കൂള്ള നൂനിന് ശേഷം വന്നത് ബാ ആണ്. അപ്പോൾ അവിടെ ഓതുമ്പോൾ മീമാക്കി മറിക്കുക. മിൻ ബഅദി എന്ന് ഓതാതെ മിംബഅദി. അതുകൊണ്ടാണ് അവിടെ നിങ്ങൾ കണ്ടില്ലേ ഒരു മീമിൻ്റെ ചിഹ്നം
അതതിനാണ്. അവിടെ ഓതുമ്പോൾ എന്ത് ചെയ്യുക? മീമാക്കി ഓതുക. മിംബഅദി, മിംബഅദി. ഒരക്ഷരം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇഖ്ഫ ആണ്. ഇഖ്ഫാ 15 അക്ഷരങ്ങളുണ്ട്. അതെങ്ങനെ തിരിച്ചറിയും? ഈ പറയപ്പെട്ട ഇൽഹാർ 6 അക്ഷരങ്ങളും, അതുപോലെ ഇദാം ബിഗുന്ന 4 അക്ഷരങ്ങളും, അതുപോലെ ഇദാം ബിലാഗുന്ന 2 അക്ഷരവും, ഇഖ്ലാബ് 1 അക്ഷരവുമാണ്. ബാക്കിയുള്ള 15 അക്ഷരങ്ങളും അത് ഇഖ്ഫാന്റെ അക്ഷരങ്ങളാണ്. അതിൻ്റെ ഉദാഹരണം ഖുർആനിൽ കുറേ കാണാം. ഉദാഹരണത്തിന് സുക്കൂള്ള നൂനിൻ്റെ ശേഷം തൻവീന് ശേഷം ഷീന് വന്നിട്ടുണ്ട്. കണ്ടോ? ഷീന് നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല ഒരക്ഷരങ്ങളിലും. അപ്പോൾ അത് ഇഖ്ഫാന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ തൻവീനിന് ശേഷം ഷീന് വന്നാൽ, അതല്ലെങ്കിൽ സാക്കിനായ നൂനിന് ശേഷം ഇഖ്ഫാന്റെ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ എന്ത് ചെയ്യണം? വെളിവാക്കാതെ മണിക്കുക, അതായത് മറച്ച് മണിക്കുക. അപ്പോൾ അങ്ങനെ ഓതുമ്പോൾ എങ്ങനെ ഓതുക? അൻ നഫ്സിൻ ശൈഅ, അൻ നഫ്സിൻ ശൈഅ. അവിടെ അങ്ങനെ ഓതുക. നഫ്സിൻ ശൈഅ, നഫ്സിൻ ശൈഅ. അവിടെ വെളിവാക്കാതെ എന്ത് ചെയ്തു? നമ്മൾ മണിച്ചു. നഫ്സിൻ എന്ന് പറയുന്നതിന് പകരം നഫ്സിൻ ശൈഅ. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സുക്കൂനുള്ള മീമിന് ശേഷമുള്ള 3 വിധികളാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഇൽഹാറാണ്. ആദ്യം സുക്കൂനുള്ള മീം നമുക്ക് കണ്ടെത്തിയിട്ട് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഇൽഹാറാണ് നിയമം. സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമങ്ങളിലൊന്ന് ഇൽഹാർ. നമ്മൾ സാക്കിനായ നൂനും തൻവീനും പഠിച്ചത് അതിലുള്ള ഇൽഹാർ വേറെ. ഈ പറഞ്ഞ സുക്കൂനുള്ള മീമിന് ശേഷമുള്ള വിധികളിൽ 3 ഒന്ന് ഇൽഹാറാണ്. ആ ഇൽഹാർ വേറെ കേട്ടോ, രണ്ടും ഒന്നായിട്ട് കൂട്ടരുത്. ഇവിടുത്തെ ഇൽഹാർ എന്ന് പറഞ്ഞത് മീമിന് ശേഷം ബാ അതുപോലെ മീം, ഈ 2 അക്ഷരങ്ങളല്ലാത്ത ബാക്കി 26 അക്ഷരങ്ങൾ വന്നാലും അവിടെ ഇൽഹാർ ചെയ്യാം. ഇവിടൊപ്പം നിങ്ങൾക്കൊരു അക്ഷരം കാണാം, മീം കാണാം, സുക്കൂള്ള മീം. ഇതിന് ശേഷം ഈ ബാ ഓ അതുപോലെ മീമോ, ഈ 2 അക്ഷരവും അല്ലല്ലോ, വാവല്ല വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വെളിവാക്കി ഓതുക. അപ്പോൾ ഓതുമ്പോൾ നിസാഅക്കും, അവിടെ നിസാഅക്കും വഫീ ദാലിക്കും. കണ്ടോ? അവിടെ എന്ത് ചെയ്യരുത്? മണിച്ചോതരുത്. നിസാഅക്കും വഫീ ദാലിക്കും, അത് തെറ്റാണ്. അതുപോലെ വേറെ ഉദാഹരണം കാണിച്ചു തരാം. സുക്കൂള്ള മീമിത കണ്ടോ? അതിനുശേഷം ഐന് വന്നിട്ടുണ്ട്. ഐന് ഏതിൽപ്പെട്ടതാണ്? ഇൽഹാറിൻ്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. ആണ്, കാരണം ബാവും മീമും ആണ് ഇൽഹാറിൽ പെടാത്ത അക്ഷരങ്ങൾ. അപ്പോൾ ഇവിടെ സുക്കൂള്ള മീമിന് ശേഷം ഐന് വന്നാൽ മിർ റബ്ബിക്കും അളീം, മിർ റബ്ബിക്കും അളീം. ഇവിടെ കണ്ടില്ലേ? റബ്ബിക്കും അളീം. അവിടെ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. അവിടെ മീമിനെയാണ് നമ്മൾ വ്യക്തമായി ഉച്ചരിക്കേണ്ടത്. റബ്ബിക്കും അളീം. കൂട്ടി ഓതിയാൽ എന്ത് ചെയ്യും? അപ്പം പോവും, ആ ഇൽഹാർ പോവും. റബ്ബിക്കും അളീം, അത് തെറ്റാണ്. രണ്ടാമത്തത് ഇദ്ഗാമാണ്. ഇദ്ഗാം സുക്കൂനുള്ള മീമിന് ശേഷം മീമന്നെ വരിക. അത് സിമ്പിളാണ്. ഇവിടെ തന്നെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് രണ്ടാമതായിട്ട് പറഞ്ഞത്. സുക്കൂനുള്ള മീം കണ്ടങ്ങൾ അതിന് തൊട്ടടുത്ത് വന്നതോ മീമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്ത് ഷദ് ചെയ്ത് ഉച്ചരിക്കണം. അവിടെ ഇദ്ഗാം എന്നാണ് പറയാ. എങ്ങനെ ഓതുക? وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ. ഇവിടെ وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ. കണ്ടോ? നജ്ജൈനാക്കും മിൻ, നജ്ജൈനാക്കും മിൻ. അവിടെ 2 മീമുണ്ട്, പക്ഷേ 2 കൂടി ചേർത്ത് ഒന്നാക്കി. നജ്ജൈനാക്കും മിൻ. പിന്നെ 3ാമത്തെ വിധിയാണ് ഇഖ്ഫാ. അതിൻ്റെ ഉദാഹരണം ഇതിൽ തന്നെ ഉണ്ട്.
3 ഉദാഹരണം ഒന്നിച്ച് കിട്ടിയ ഒരു പേജാണിത്. അതിൻ്റെ ഉദാഹരണം അതാ, സുക്കൂള്ള മീമിന് ശേഷം ബാ ആണ്. കാരണം നമ്മൾ 2 അക്ഷരങ്ങളാണ് ഒഴിവാക്കിയത്. സുക്കൂള്ള മീമിന് ശേഷം 3 വിധികളുണ്ടെന്ന് പറഞ്ഞു. ഇൽഹാർ, അതുപോലെ തന്നെ ഇഖ്ഫാ, അതുപോലെ ഇദ്ഗാം. ഇതിൽ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ബാഉം മീമും അല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ അക്ഷരങ്ങളും. എൻ്റെ ഈ ബാഉം മീമും ഒഴിവാക്കിയത്? ഒരു മീമ് നമ്മൾ ഇവിടെ കൊണ്ടേ കൊടുത്തത്. എവിടെ? ഇതാ, മീമിന് ശേഷം മീമു വന്നു, കണ്ടോ? പിന്നെ ഒന്ന് മീമിന് ശേഷം ബാ ഉള്ളു. ഈ 2 നിയമം ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി 26 അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടത്. ഇവിടെ 2 നിയമങ്ങളാണ്. ഇവിടെ ഇദ്ഗാമും ഇവിടെ ഇഖ്ഫാഉം ആണ്. അപ്പൊ ഇനി ഈ സ്ഥലത്ത് എങ്ങനെ ഓതുക? വഫീ ദാലികും ബലാഉൻ, വഫീ ദാലികും ബലാഉൻ, കണ്ടില്ലേ? വഫീ ദാലികും ബലാഉൻ. അവിടെ നമ്മൾ ആ മീമിനെ എന്ത് ചെയ്തു? മറച്ചു മണിച്ചു ഉച്ചരിച്ചു. ദാലികും ബലാഉൻ. ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഇതേപോലെയുള്ള ഭാഗങ്ങളെടുത്ത് ഓതി ശരിയാക്കിയെടുക്കുക. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾ എങ്ങനെ ഓതുക? നിങ്ങൾ ഓതുന്നത് ഞാൻ പറഞ്ഞുതരാം. ആല ഫിർ ഔന എന്നായിരിക്കും. അങ്ങനെയല്ല ഓതേണ്ടത്. റായിന് സുക്കൂനും റായിൻ്റെ മുമ്പ് കെസറു ആണെങ്കിൽ അവിടെ ഫിർഔന എന്ന് ഓതുക. ആല ഫിർഔന. എല്ലാ ഉദാഹരണങ്ങളും ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ പേജിൽ തന്നെ എല്ലാ ഉദാഹരണങ്ങളും ഒത്തു വന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. തഫ്ഹീം ചെയ്യുക. റായിന് 2 അവസ്ഥകളുണ്ട്, തഫ്ഹീമും തർക്കീക്കും. നാവിന് ഉയരൽ കൊണ്ട് തഫ്ഹീം ഉണ്ടാകും, നാവ് താഴൽ കൊണ്ട് തർക്കീക്കും ഉണ്ടാകും. ഉദാഹരണത്തിന് അർ-റഹ്മാനിർ റഹീം, റ എന്ന് ഉച്ചരിച്ചത്. എന്നാൽ ഇവിടെ ഈ സ്ഥലത്ത് ഇവിടെ ഫിർ എന്ന് ഓതാൻ പാടില്ല. ഫിർഔന, അവിടെ തർക്കീക്കാണ് ചെയ്യേണ്ടത്. ഇതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട് തഫ്ഹീമും തർക്കീക്കും ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതൊക്കെയാണ് അഹ്കാമിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിന് 35 മാർക്കുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വഖഫും അതുപോലെ തന്നെ ഇബ്തിദാഉമാണ്. രണ്ടിലും വ്യത്യാസങ്ങളുണ്ട്. വഖഫ് എന്ന് പറയുമ്പോൾ നിർത്തുക. വഖഫ് ചെയ്യുന്ന സ്ഥലം വഖഫ് ചെയ്യാൻ പറ്റുന്ന യോജിച്ച സ്ഥലമാണോ എന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിർത്തുക. അതുപോലെ തുടങ്ങുക. ഔദും ബിസ്മിയൊക്കെ ചൊല്ലി ഓത്ത് തന്നെ തുടങ്ങണം. അതിന് പുറമെ ഒരായത്ത് തുടങ്ങുമ്പോൾ അവിടെ എങ്ങനെ ഓതണം അതും ശ്രദ്ധിക്കണം. ഉദാഹരണം കാണിച്ചു തരാം. ഇനി ചെറിയൊരു നിയമം വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു നിയമമാണ്. അതിനായിട്ട് ഞാൻ സൂറത്തുൽ ഇസ്റാ ആണ് എടുത്തിട്ടുള്ളത്. കാരണം ഇതിലാണ് കൂടുതൽ ആ നിയമമുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും മിൻ ദൂനി വക്കീല, കണ്ടോ? വക്കീല. ഇവിടെ വക്കീൽ എന്നല്ല വഖഫ് ചെയ്യുന്നത്. അതുപോലെ അബ്ദൻ ശകൂറ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിയമം. വഖഫ് ചെയ്യുമ്പോൾ ഫത്ഹ് തൻവീനുമേ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അലിഫുമേ വഖഫ് ചെയ്യേണ്ടത്. കബീറോ, നഫീറോ. ഇതിന് ഉദാഹരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൊഫ, സൊഫ, ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ സൂറത്തുൽ ഇസ്റാ എന്ന് പറയുന്ന ഈ സൂറത്തിൽ അധിക വഖഫും ഇതുപോലെയാണ് വരുന്നത്. പിന്നെ അതുപോലെ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഭാഗമുണ്ട്. അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ PDF തന്നെ വേറൊരു ഭാഗം കൂടെ കാണിച്ചു തരാം. ഇതിലൊക്കെ ഓരോ ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം ഞാൻ എന്ത് ചെയ്യുന്നത്, ചിലവഴിച്ചിട്ട് ഓരോ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിയമങ്ങൾ അറിഞ്ഞോട്ടെ, ഓതട്ടെ എന്നുള്ള നിലക്കാണ്. ഇവിടെ കാണാം, ഇവിടെ നമ്മൾ തജ്വീദിൽ പഠിച്ചിട്ടുണ്ട് 4 സക്തയുള്ള സ്ഥലങ്ങൾ. ഖുർആനിൽ 4 സക്തയുള്ള സ്ഥലങ്ങളുണ്ട്. ഖിയാമയിലും മുത്തഫഫീനിലും അതുപോലെ സൂറത്ത് യാസീനിലും സൂറത്ത് കഹ്ഫിലാണ് ഒന്നുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് സൂറത്ത് കഹ്ഫാണ് കേട്ടോ. സൂറത്ത് കഹ്ഫാണ് കാണാൻ കഴിയും. അപ്പോൾ ഈ സൂറത്ത് കഹ്ഫിൽ ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? വഖഫ് ചെയ്യാതെ ശക്തിയാക്കി ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദാ. ഇവിടെ കണ്ടില്ലേ? ഇവജാ
ഖയ്യിമൻ ലിയുൻദിറ. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ശ്വാസം വിട്ടിട്ടില്ല. ഇദാ ജാഅ ഖയ്യിമൻ ലിയുൻദിറ. അവിടെ ഞാൻ ശ്വാസം അടക്കി പിടിച്ചിട്ടുള്ളൂ, ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, ശ്വാസം വിട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സൂറത്ത് യാസീനിലുണ്ട്. അപ്പോൾ ഹിഫ്ളൊക്കെ ചിലപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഓദിച്ചാൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൂറത്തു കഹ്ഫിൽ തന്നെ 38-ാമത്തെ ആയത്തിൽ നമ്മൾ തജ്വീദിൽ പഠിച്ചിട്ടുണ്ട്, 5ാം ക്ലാസ്സിലെ തജ്വീദിൽ പഠിച്ചിട്ടുണ്ട്. ലാകിന്ന ഹുവല്ലാഹു. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? നിർത്തുകയാണെങ്കിൽ ലാകിന്ന എന്ന് ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കണം. ലാകിന്ന ഹുവല്ലാഹു റബ്ബി. ഉണ്ടോ? ഇനിയോ കൂട്ടി ഒതുക്കുകയാണെങ്കിൽ ലാകിന്ന ഹുവല്ലാഹു റബ്ബി. അങ്ങനെ ഓതണം. വഖഫ് ആണെങ്കിൽ ലാകിന്ന ഹുവല്ലാഹു റബ്ബി എന്നിട്ട് അങ്ങനെ എടുത്ത് ഓതുക. ചേർത്തി ഓതുകയാണെങ്കിൽ ലാകിന്ന ഹുവല്ലാഹു റബ്ബി. അതുപോലെ നമ്മൾ തുടക്കത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ കണ്ടോ 21-ാം ആയത്തിൽ ഇത് സൂറത്ത് യാസീനിലുള്ളതാണ്. അപ്പോൾ ഈ യാസീനിലെ ഈ 21-ാമത്തെ ആയത്തിൽ തുടങ്ങുമ്പോൾ തബിഉ എന്നല്ല, അവിടെ ഇത്തബിഉ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഇത്തബിഉ മല്ലാ യസ്അലുക്കും അങ്ങനെ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ തുടങ്ങുമ്പോഴും ശ്രദ്ധിക്കണം. ഇതുപോലെ വസ്ലിന്റെ ഹംസ കൊണ്ട് തുടങ്ങുന്ന സ്ഥലങ്ങളുണ്ടാകും, അപ്പം അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് യാസീന്. അവിടെ യാസീൻ അങ്ങനെ നീട്ടുന്ന ആളുകളുണ്ട്. അത്ര നീട്ടൽ വേണ്ട. യാസീൻ അവിടെ സീനിനാണ് നീട്ടാനുള്ളത്. പല കുട്ടികളും യാക്കണം കൊണ്ടുപോയി നല്ലപോലെ നീട്ടുക. അതുപോലെ ഈ ഭാഗം അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ കണ്ടില്ലേ? ഇത് നിങ്ങൾ ഓതുമ്പോൾ ഫബശ്ശിറുഹു എന്നായിരിക്കും ഓതുക. ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഇവിടെ കണ്ടില്ലേ? നിയമങ്ങളോട് ഇവിടെ തൻവീൻ കൊടുത്തിട്ടുണ്ട്. തൻവീനിന് ശേഷം ഇവിടെ വാവ് ഇദാംബി ഗുന്ന, അതിനുശേഷം ഇഖ്ഫാ. ഇതൊക്കെ ശ്രദ്ധിച്ച് ഓതേണ്ടതാണ്. അതുപോലെ സൂറത്ത് യാസീനിൽ തന്നെ നമ്മൾ പറഞ്ഞു സക്ത വരുന്ന ഭാഗം. ചിലപ്പോൾ ഈ സക്ത വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഹിഫ്ള് ഓദിക്കാം. അപ്പോൾ ഓതുമ്പോൾ അവർ നോക്കും, ശ്രദ്ധിക്കും അവിടെ എങ്ങനെയാണ് ഓതുന്നതെന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. ഇവിടെ മിൻ മർഖദിനാ ഹാദാ. ഇവിടെ കണ്ടില്ലേ? ഇവിടെ സക്ത എന്ന് പറഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ച്, ശ്വാസം ഒന്ന് എന്ത് ചെയ്യുക? അടക്കി പിടിച്ചിട്ട് ഒന്നും മിണ്ടാതിരിക്കുക. എന്നിട്ട് ബാക്കി തുടർന്ന് ഓതുക. ഹാദ എന്നുള്ളത് അവിടെ നിന്ന് തുടർന്ന് ഓതുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ലാ ഉഖ്സിമു ബിഹാദൽ ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. ഹാത ആണ്. അപ്പോൾ അതിന് വഖഫ് ചെയ്യുമ്പോൾ ഖിയാമ അങ്ങനെ വഖഫ് ചെയ്യാം. അതുപോലെ ഇതേപോലെ ഒരു ആയത്തും കൂടി ഉണ്ട്. അതുപോലെ ഇതാ തൊട്ടടുത്ത് തന്നെ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. അവിടൊക്കെ ഈ പറഞ്ഞതുപോലെ ഹാത്ത ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഓതി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.